ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മായ മനസം. സോ കുറച്ചായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. നാട്ടിലത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതായത് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ. പിന്നെ നാട്ടിലത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല. ചേച്ചി അമ്മയൊക്കെ വൃന്ദാവനും അവിടെയൊക്കെ പോയത്. പിന്നെ നാട്ടിൽ പോയപ്പോൾ തന്നെ അവർ ഫുള്ളും ട്രാവലിംഗ് ഒക്കെ ആയിരുന്നു. അവിടെ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ വ്ളോഗിലൂടെയൊക്കെയാണ് കണ്ടതൊക്കെ തന്നെ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫുമാണ്. പ്ലസ് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ എൻ്റെ അമ്മ തിരിച്ചെത്തി ഗൈസ്. തിരിച്ചെത്താൻ പോവുകയാണ്. നൈറ്റ് അവിടുത്തെ എത്ര മണിക്കൊന്നും അറിയില്ല. ഇവിടുത്തെ 7 മണിക്ക് എത്തും. ഇവിടുത്തെ 7 മണിക്ക് എത്തും. സോ ഈവനിങ് പിക്ക് ചെയ്യാൻ പോകണം. സോ പിന്നെ എനിക്കിവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇന്ന് വീക്കെൻഡാണ്, ഫ്രൈഡേ. പിന്നെ എനിക്ക് നല്ല വയറ് വേദനിച്ചിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇനി കുളിക്കണം. സോ നമുക്കിനി ഓയിലൊക്കെ ഒന്ന് ചൂടാക്കണം. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ആസ് യൂഷ്വൽ ഡേ ഇൻ മൈ ലൈഫ്. അമ്മ വരുന്നു. പിന്നെ മെയിനായിട്ട് എനിക്ക് പെട്ടിയും പൊട്ടിക്കണം ഗൈസ്. കുറേ സാധനങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പെട്ടി പൊട്ടിക്കാനാണ് ഗൈസ് ഇത്രയും തിടുക്കത്തിലിരിക്കണേ. വെറുതെ പറഞ്ഞാണ്. അമ്മയും കൂടി കാണണം. സോ നമുക്കിനി നേരം വീഡിയോയിലോട്ട് പോവാം. അടുക്കളയ്ക്ക് വന്നിരിക്കണം. ഓയിൽ ചൂടാക്കാൻ വെക്കണം. ടോയ്ലറ്റ് തേക്കണം, എന്നിട്ട് കുളിക്കാം. അതെ, നമുക്കിനി ഓയിൽ ചൂടാക്കാൻ വെക്കല്. ഇതിപ്പോൾ തണുപ്പായത് കാരണം ഓയിൽ പെട്ടെന്ന് എന്തോ അവസാനമാവും. ലൂസായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചൂടാക്കും. എപ്പോൾ ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചൂടാക്കേണ്ടി വരും. ഇങ്ങനെ ഒരു 5 മിനിറ്റ് എന്നിട്ട് ചൂടാവും. അതൊക്കെ ഷോക്കടിച്ച പോലെയുണ്ട്. എണ്ണയൊക്കെ തേച്ച് ഇനി പോയി കുളിച്ചിട്ടും വരാം. ഓക്കെ, ഇനി കുളിച്ചിട്ട് വരാം. സോ ഗൈസ്, ഞാനങ്ങനെ കുളിച്ച് കഴിഞ്ഞു. ഇപ്പം സമയം 12:30. 11 o'clock കുളിക്കാൻ പോയതാണ്. 12:30 വന്നത് തന്നെ. എൻ്റെ കുളി അങ്ങനെയാണ് ഗൈസ്, 1 മണിക്കൂർ എടുക്കും. സോ ഇപ്പോൾ പപ്പ പുറത്ത് വരികയാണ്. ഇനി എനിക്കും ഒന്ന് ചെറുതായിട്ട് സ്കിൻ കെയർ എന്ന് പറഞ്ഞ ഒരു ക്രീം ഇടണം, ലിപ് ബാം ഇടണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഫുഡ് കഴിക്കണം. പിന്നെ എനിക്ക് കുറച്ച് പ്രൊജക്റ്റ് നല്ല പോർട്ട്ഫോളിയോ, അതിന് കുറച്ച് പരിപാടികളുണ്ട്. അത് ചെയ്യണം. എക്സാമാണ് ഗൈസ്. ഇന്നാണ് എനിക്ക് മൺഡേ എക്സാമാണ്. ആനുവൽ എക്സാം സ്റ്റാർട്ടിംഗ് ആണ്. ഇന്ന് ഫ്രൈഡേ. ഞാൻ ഇന്ന് പഠിക്കുമോ നാളെ പഠിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ കാരണം മൺഡേ ഓക്സിലറി സബ്ജക്റ്റാണ് തുടങ്ങുന്നത്. സോ ഖത്തർ ഹിസ്റ്ററിയാണ് ഫസ്റ്റ്. ഞാൻ അത് ഇരുന്ന് പഠിക്കണം. തോന്നിയാൽ പഠിക്കും. ലാസ്റ്റ് മൊമെൻ്റ് ഇരുന്നാലേ അല്ലെങ്കിൽ ചിലപ്പോൾ തലയിൽ കയറുള്ളൂ. സോ നമുക്ക് ഇനി ഒന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ക്രീമാണ് ഉപയോഗിക്കൽ. ഞാൻ സാധാരണ ക്രീമൊന്നും ഉപയോഗിക്കലുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഒരു വർഷമാവണേ തോന്നുന്നു ഈ ക്രീം തന്നെ ഉപയോഗിക്കണം. കാരണം അന്ന് കുരു വന്നപ്പം ഇവിടെ എന്തോ നല്ല അലർജി വന്നു. അപ്പോൾ തൊട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. ഇനി പ്രത്യേകിച്ച് മണമൊന്നുമില്ല കേട്ടോ. ഇതേ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്, ഫാർമസിയിൽ നിന്ന് വാങ്ങിയതാണ്. ഓക്കെ, ഇങ്ങനത്തെ ഈ ഫെയർവെയറിൻ്റെ ഒരു ക്രീമും കൂടി ഇടും. ഉറക്കം വരുന്നു. സംഭവം ഞാൻ 11 മണിക്കാണ് എണീച്ചത്. 8 ഉറക്കം വരുന്നത്. പിന്നെ വരുന്നുള്ളൂ. ചേച്ചി ഒന്നും വരുന്നില്ല കേട്ടോ. ചേച്ചി മാർച്ചിൽ വരും. അമ്മയാണ് നേരത്തെ വന്നത്. ചേച്ചിക്ക് അവിടെയൊക്കെ മറ്റേ കഥകളി പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി അവിടെ നിൽക്കുകയാണ്. പിന്നെ ചേച്ചി മാർച്ച് ഫസ്റ്റ് വീക്കിന് എത്തും ഇവിടെ.
ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ സ്കിൻ കെയർ. ഞാൻ ആകെ ഈ രണ്ട് പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. സ്കൂളിൽ പോകുമ്പോൾ മാത്രമാണ് ഞാൻ ഐലൈനറും പൊട്ടും അതൊക്കെ ഇടാറുള്ളൂ. വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. വീട്ടിലിരിക്കുമ്പോൾ അതൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ലിപ് ടിൻറ്റ് ഉപയോഗിക്കാം. ജിയോ സ്റ്റിൻ അടിപൊളി ലിപ്സ്റ്റിക്കാണ്. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ഇത്. ഇതില്ല അടിപൊളി. ഞാൻ ഏതോ ഷോപ്പിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് റെയറാണ്. ഉപയോഗിക്കുകയാണെങ്കിൽ ഇതങ്ങനത്തെ എനിക്ക് ഫേവറേറ്റ് ആണ്. കിസ് ബ്യൂട്ടീൻ്റെ ലവ്ലി പീച്ച് ജ്യൂസ് ടിൻറ്റ്. ഇതും വാട്ടർ പ്രൂഫാണ്, കഴുകിയാലൊന്നും പോകത്തില്ല. കണ്ടോ, അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, അതിന് നമുക്കൊരു പൊട്ടും കൂടി വെച്ച് കൊടുക്കാം. പൊട്ടൊന്നും ഞാൻ വയ്ക്കാറില്ല. ഓക്കെ, ഡൺ. ഇനി നമുക്കിനി പാപ്പ പുറത്തു പോയിരിക്കുകയാണ്. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം. സമയം 12:45 അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. ഇത് പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഗ്രേപ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 1 മണിയായി. ടി വി കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. ഇപ്പോൾ ഗ്രേപ്സും കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിട്ടിരിക്കട്ടെ. ഓക്കെ, സോ ഗൈസ്, ഉച്ചയ്ക്ക് ബിരിയാണിയാണ്. ബിരിയാണിയും കുറച്ച് സലാഡും ഉണ്ട്. ഓക്കെ, നമ്മൾ കഴിച്ചിട്ട് വരാം. ഗൈസ്, ഇപ്പോൾ സമയം 2:30. വീഡിയോ എടുക്കലും മറന്നുപോയി ഗൈസ്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ സിലബസും അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഫ്രണ്ട്സായിട്ട് ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വയ്യ ഗൈസ്, വയറ് വേദനിച്ചിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇവിടെ കുറച്ച് ക്ലീനിങ് ചെയ്യണം. അത് ചെയ്യാമെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. അത് ചെയ്യാം. കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ബാങ്കോക്കത്തെ ഞാൻ യൂട്യൂബ് തുറന്നപ്പോൾ ബാങ്കോക്കത്തെ ഒരു വീഡിയോ ഉണ്ട്. അതിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സോറി, ബാങ്കോക്കല്ല, തായ്ലൻഡിലത്തെ വീഡിയോ ഇരുന്ന് കാണുമായിരുന്നു. ഓക്കെ, ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ശരിക്കും ഈ വ്ളോഗ് ചെറുതായിട്ട് ബോറായിരിക്കും. എനിക്കെന്താ പറയേണ്ടതൊന്നും അറിയണില്ല. ഇവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും പുറത്തു പോയി വന്നു, പിന്നെ പുറത്തു പോയി, പിന്നെയും പോയി കഴിച്ചിട്ടിരിക്കുകയാണ്. സോ ഗായ്സ്, ഞാനിപ്പോൾ ഉറങ്ങി എണീച്ചേ ഉള്ളൂ. ഇപ്പോൾ സമയം 5:30 ആവാനായിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ ഖത്തറിലും 6:30 ആകുമ്പോഴേക്കും ലാൻഡ് ചെയ്യും എന്നാണ് മറ്റേ ലൊക്കേഷനിലൊക്കെ കാണിക്കുന്നത്. നേരത്തെ 7 o'clock ആയിരുന്നു ലാൻഡിങ് കാണിച്ചത്. ഇപ്പോൾ 6:30 കാണിക്കുന്നുണ്ട്. നേരത്തെ ലാൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടുന്ന് ഒരു 6 o'clock ആകുമ്പോഴേക്കും ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് റെഡി ആവണം. അത്രയ്ക്ക് തന്നെ ഇപ്പോൾ എണീച്ചേ ഉള്ളൂ. ഓക്കെ, നമുക്കിനിയും റെഡി ആവാം. ഞാൻ വെളിയിലിങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. ഒരു പണിയും പോകാണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റേ ഈ സാധനം ഉണ്ട്, ഉഴുന്ന്. ആ സാധനം മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ, കുറിഞ്ചാത്തൻ. ആ സാധനം എൻ്റെ ഉള്ളിൽ കയറി. ഒന്ന് മോർണിംഗ് വെളിയിൽ വെച്ചു.
മറ്റേ വെയിലത്തത് പോകുന്നൊക്കെയാണ്. വെയിലത്ത് പോകുന്ന ഡ്രസ്സിലൊക്കെ ആയി വെയിലത്തതൊക്കെ പോകുന്നൊക്കെയാണ് പറയല്. അപ്പോൾ ഇത് വെയിലത്ത് വെച്ചു. ഇതിന് മറ്റേ ഒരു ബൗളിൽ ആക്കണം, അത് ആക്കട്ടെ. സോ ഗായ്സ്, ഞാനിപ്പോൾ റെഡിയാവാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. ലാൻഡ് ആയിട്ടില്ല എന്നാണ് ഇതുവരെ ലാൻഡ് ആയിട്ടില്ല. ഇനി 7 o'clock തന്നെ ആയിരിക്കും ലാൻഡ് ആവുന്നുണ്ടാവുക, നോർമൽ ടൈം. ഇപ്പം ഞാൻ റെഡി ആവാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നത് അച്ഛമ്മ കോൾ ചെയ്യണം കേട്ടോ, അതിൻ്റെ സൗണ്ടപ്പോൾ കേൾക്കുന്നത്. സോ നമുക്ക് റെഡി ആവാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഔട്ട്ഫിറ്റ്. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അമ്മ ലാൻഡായി എന്നുള്ള പറഞ്ഞ് വിളിച്ചു. പിന്നെ ഇപ്പോൾ ബാഗേജിൻ്റെ അവിടെ നിൽക്കുകയാണ് അമ്മ. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ സമയം 6:45 6:30 അങ്ങനെയാണ്. സോ നമുക്കിനിയും നേരെ എയർപോർട്ടിലോട്ട് പോവാം. ചേച്ചിനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ചേച്ചി ഇപ്പോൾ വിളിച്ചു, എന്നിട്ട് അമ്മ എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. സോ ഗൈസ്, നമ്മളിപ്പോൾ ടെർമിനൽ 4 എത്തിയിട്ടുണ്ട്. അമ്മ ഇപ്പോൾ ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, ചെറുതായിട്ട് തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ അവിടെ നോക്കാൻ പോയിരിക്കുകയാണ്. ഇപ്പോൾ എത്തും, അമ്മ എന്തായാലും ഇപ്പോൾ എത്തും. സോ ഇനി അമ്മ വന്നിട്ട് കാണാം. സോ ഞാൻ ഓക്കെ, ഞാൻ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ പാർക്കിങ്ങിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഞാൻ ഉള്ളിലേക്ക് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇനി അമ്മ കൂടി വരണം. ഇവിടെ കാണിച്ചു തരാം. അമ്മ വരണം, ഇങ്ങനെ കാണിച്ചു തരാം. കുറച്ച് സമയം എടുക്കുമ്പോൾ ബാഗേജിന് നല്ല. ഇനി ഒരു ബാഗും കൂടി കിട്ടാണ്ട് ഗൈസ്, ഇനി ഒരു ചെറിയ ബാഗ് കൂടി കിട്ടാണ്ടെന്ന് പറഞ്ഞു. ഇപ്പം എത്തും. അമ്മ വന്നു ഗൈസ്, ഇതാ വരുന്നു. ഗൈസ് എത്തി. ഈ ബാഗ് കുറേ നേരം ചുറ്റിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ എല്ലാ പറഞ്ഞിട്ട് ഇരിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി എൻ്റെ ബാഗ് ഇനിയും വന്നിട്ടില്ല പറഞ്ഞിട്ട് ഇരിക്കുകയില്ലേ. ഇത് കൊട്ടിട്ടൊക്കെ എനിക്കറിയില്ല ബാഗ്. ചെറിയ കൺഫ്യൂഷൻ കേസ്, നമ്മുടെ പെട്ടിയാണോ അല്ലേ ഇത് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയായിരുന്നില്ല, ഇത് എന്താണ് ഇങ്ങനെ? അച്ചാറൊക്കെ കൊട്ടിയോ എന്തോ. ഇത് അച്ചാറാണോ? ഇനി അച്ചാറൊന്നും നമ്മൾ പെട്ടിയൊക്കെ അൺബോക്സ് ചെയ്തു. യെസ്, ഇത് ഞാൻ ഓൾറെഡി നാട്ടിൽ നിന്ന് പറഞ്ഞു വെച്ചതാണ്, ഇതൊക്കെ എനിക്ക് വേണമെന്ന്. യെസ്, നാട്ടിൽ നിന്ന് ഓൾറെഡി പറഞ്ഞു വെച്ചതാണ്. സോ
സോ ഗായ്സ് ഇത്ര നേരം ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയായിരുന്നു. ഇട്ടിട്ട് ക്ഷീണിച്ചു ഗൈസ്. കുറേ ഡ്രസ്സ് കുറേ കെട്ടി, പിന്നെ അമ്മ വാങ്ങിയിട്ട് വന്നതും അതൊക്കെ ഇട്ട് ഞാൻ ഇട്ട് നോക്കിയായിരുന്നു. പിന്നെ ബർത്ത്ഡേയും വരികയാണ്, ബർത്ത്ഡേൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. സോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ചേച്ചി ഇത്ര പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരും, അതിൻ്റെ വീഡിയോ ഒക്കെ എന്തായാലും വേഗം വരും. പിന്നെ എനിക്ക് എക്സാമൊക്കെ വരികയാണ്. സോ യാ, ഓക്കെ.